ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗർഭിണിയാണോ എന്നറിയാൻ എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഗർഭിണിയാവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ വലിയൊരു സ്വപ്നം തന്നെയാണ്. പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ എളുപ്പം സാധ്യമാവണമെന്നും ഇല്ല. മാത്രമല്ല, പല സ്ത്രീകൾക്കും ഗർഭധാരണം നടന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വൈകി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്താൽ പോലും ഇപ്പോൾ നെഗറ്റീവ് കാണിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ആഴ്ചകൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ പോസിറ്റീവ് കാണിക്കുന്ന കേസുകളും ഉണ്ട്. ശരിയായ ഓവുലേഷൻ്റെ അറിയാതെ പോയിട്ട് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് ഇപ്പാവും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതൽ തന്നെയാണ്. പലർക്കും അറിയില്ല ഏത് ഡേറ്റിലാണ് നമുക്ക് കറക്റ്റ് ഒരു നടക്കുന്നത് എന്നുള്ളത്. പല കേസുകളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, അറിയാതെ ആയിപ്പോയി, അല്ലെങ്കിൽ നമുക്കറിയില്ല എങ്ങനെയാണാവോ ആയത്, അങ്ങനെയൊക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5-6 മാസമൊക്കെ ട്രൈ ചെയ്തിട്ട് ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അവർ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് അവർ ചിലപ്പോൾ പറയുമായിരിക്കും ആർക്കും കുഴപ്പമൊന്നുമില്ല, ശരിയാവും, ഒരു 2 മാസം കൂടി ട്രൈ ചെയ്തിട്ട് വരാൻ പറയും. അത് കഴിഞ്ഞിട്ട് നടക്കാണ്ടാവുമ്പോഴാണ് ഡോക്ടർമാരായാലും ഫോളിക്കിൾ സ്റ്റഡിക്കൊക്കെ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ മന്ത്ലി ഒരു ഫോളിക്കിൾ സ്റ്റഡി, അതായത് ഓവുലേഷൻ്റെ ഡേറ്റ് അവർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും, 1-2 മാസം. അപ്പോൾ രണ്ടുപേർക്കും എന്താ പറയുക, ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ കൺസീവ് ആവും. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു പ്രതീക്ഷയുള്ള കാരണം ആ ഒരു ഡേറ്റ് വരെ കാത്തിരിക്കാനുള്ള ആ ഒരു ക്ഷമയില്ലാതെ ഡേറ്റിന് മുന്നേ 1-2-3 ദിവസം മുന്നേ ചെക്ക് ചെയ്യും, അപ്പോൾ നെഗറ്റീവ് വരും, അങ്ങനെയൊക്കെ. കറക്റ്റ് ഓവുലേഷൻ്റെ ടൈമിൽ ബന്ധപ്പെട്ടാൽ തന്നെ ഒരു 5 മുതൽ 6 ദിവസം വേണം അതൊക്കെ ഒന്ന് സെറ്റായി വരാൻ. അത് കഴിഞ്ഞിട്ട് ഒരു 6 മുതൽ 7 ദിവസം കഴിഞ്ഞാലാണ് പുറത്തേക്ക് അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ കാണുക. അതായത് ബ്ലഡിലായാലും യൂറിനിലായാലും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി കാണുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം കാണുന്നത് നമ്മുടെ ബ്ലഡിലാണ്, അത് കഴിഞ്ഞിട്ടാണ് യൂറിനിൽ വരിക. അപ്പോൾ നമ്മൾ ഒരു ഈസി വേ എന്നുള്ള രീതിയിൽ ഹോം ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ ഹോം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നെഗറ്റീവ് കണ്ടാൽ തന്നെ ടെൻഷൻ്റെ ആവശ്യമില്ല. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം, ചിലപ്പോൾ അന്നേരം ആയിപ്പോയാലോ, അപ്പോൾ അന്നേരം കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഓവുലേഷൻ്റെ ആ ഒരു സമയത്ത് കറക്റ്റായ രീതിയിൽ ബന്ധപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഒരു 90 മുതൽ 95% പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഇത്ര 5-10 ദിവസം ആകുമ്പോഴേക്കും സിംറ്റംസ് വന്നു, അതുകൊണ്ട് ടെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെ. ശരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, സാധാരണ എല്ലാ സ്ത്രീകളിലും HCGയുടെ അളവ് സാധാരണ ലെവലിൽ 5 ml ആയിരിക്കും. അതിൽ മാറ്റം വരെ പ്രഗ്നൻ്റ് ആകുമ്പോഴാണ്. പക്ഷേ നമ്മൾ ബന്ധപ്പെട്ടാൽ അന്നേരം തന്നെ ആവില്ല. ബ്ലഡിലേക്കായാലും യൂറിനിലേക്കായാലും അതിൻ്റെ ഒരു അളവ് കാണിക്കാനായിട്ട് നല്ല സമയമെടുക്കും. പീരീഡ്സ് മിസ്സായാൽ തന്നെ 10 മുതൽ 15 ദിവസത്തിന് ശേഷം ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ചിലരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, പിന്നെ ദിവസം ടെസ്റ്റ് ചെയ്തു പക്ഷെ കിട്ടിയില്ല, പിന്നെ ആകെ ഡിസപ്പോയിൻ്റായി, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും പീരീഡ്സ് ആവണില്ല, അന്നേരം ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ പോസിറ്റീവ് വന്നു എന്നൊക്കെ. അപ്പോൾ അതിന് കാരണം ഇതാണ്, നമ്മുടെ ബ്ലഡിലേക്കായാലും യൂറിനിലേക്കായാലും ആ HCGയുടെ അളവ് വരാൻ കുറച്ച് ടൈം എടുക്കും. ഇനി നമുക്ക് പ്രഗ്നൻസി കിറ്റിനെ കുറിച്ച് പറയാം. പ്രഗ്നൻസി കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എളുപ്പം കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡേറ്റിന് മുന്നേ തന്നെ ഇപ്പോൾ ആവില്ല എന്ന് മനസ്സിലൊരു തോന്നലുണ്ടെങ്കിൽ തന്നെ സ്ത്രീകളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിലെഴുതിയിട്ടുള്ളത് നമ്മൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം, പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റ്. കിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 99% കറക്റ്റായിരിക്കും റിസൾട്ട്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ദിവസത്തിലത്തെ ആദ്യത്തെ യൂറിൻ, മോർണിംഗ് യൂറിൻ വേണം നമ്മൾ എടുക്കാനായിട്ട്, എന്നാലാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് അതിൽ കാണിക്കുള്ളൂ. കിറ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊണ്ടോ നമ്മളെന്തെങ്കിലും HCGയുടെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിലോ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന യൂറിൻ ടൈമിലത്തെ എടുക്കാത്തത് കൊണ്ടോ നമുക്ക് റിസൾട്ട് നെഗറ്റീവായി കാണിക്കും. ഇപ്പോൾ പോസിറ്റീവ് ഉള്ളത് നെഗറ്റീവായിട്ട്, നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവായിട്ടോ. പിന്നെ കിറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഒത്തിരി നേരം ഓപ്പണായി വെക്കാതിരിക്കുക. ഇപ്പോൾ നാളെ ടെസ്റ്റ് ചെയ്യാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് മേടിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ റിസൾട്ട് ആക്യുറേറ്റ് ആയിരിക്കും, പോസിറ്റീവായാലും നെഗറ്റീവായാലും.
പിന്നെ നമ്മൾ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക് കഴിക്കുകയോ നമ്മൾ എന്തെങ്കിലും അസുഖം വന്നു, ഇപ്പോൾ ചിക്കൻ ബോക്സോ അല്ലെങ്കിൽ കുറച്ചും കൂടി പനിയല്ലാതുള്ള കുറച്ചും കൂടി കൂടിയ തരത്തിലുള്ള അസുഖങ്ങളാവുമ്പോൾ കുറച്ചും കൂടി ഡോസുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഹോർമോൺ ചേഞ്ചൊക്കെ കാരണം പീരീഡ്സിൻ്റെ ഡേറ്റ് കൂടിയും കുറഞ്ഞൊക്കെ വരാം. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തു എന്നും വരാം. അതുപോലെ തന്നെ PCOD, PCOS അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഇത്ര നാൾ കറക്റ്റായിരുന്നല്ലോ വന്നത്, അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും ഈ മാസം എന്ന് വെച്ചിട്ട് കിറ്റൊക്കെ മേടിച്ച് റെഡി ആയിട്ടിരിക്കും ടെസ്റ്റ് ചെയ്യാനായിട്ട്. അഗെയിൻ നെഗറ്റീവ് വരാം. അപ്പോൾ എപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് 10 മുതൽ 15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ഓക്കെ, താങ്ക് യു.